ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സർവമതവിശ്വാസികളുടെയും ആശ്രയ കേന്ദ്രമാണ്. ജാതി, മത, രാഷ്ട്രീയ ഭേദമന്യേ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരിടം. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പുരോഹിതൻ തന്നെയാണ്. പുരോഹിത തുല്യമായ ഒരു പ്രവൃത്തിയാണ്, മഹനീയമായ ഒരു പ്രവൃത്തിയാണ് ഓരോ ഡോക്ടേഴ്സും ചെയ്യുന്നത്. അവിടുത്തെ മാലാഖമാരാണ് നമ്മുടെ സിസ്റ്റേഴ്സ്. ജിത്തു ഡോക്ടറെ 28 വർഷം മുമ്പാണ് ഞാൻ ഒരു രോഗി എന്ന നിലയിൽ ഡോക്ടറെ കാണാൻ പോകുന്നത്. അന്ന് ഒരു തിങ്കളാഴ്ചയായിരുന്നു. രാവിലെ തുടങ്ങിയ ക്ലാസ് 7 പീരീഡ് കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് 8ാമത്തെ പീരീഡ് ഫ്രീ ആയിരുന്നു. പക്ഷെ അന്നൊരു സബും കൂടെ വന്നു. തുടർച്ചയായ 8 പീരീഡ് നിങ്ങൾക്കറിയാം, ഞാൻ ക്ലാസ്സിൽ വന്ന രാമായണവും മഹാഭാരതവും ഖലീഫ ഉമറിൻ്റെ കഥകളും സൂഫി കഥകളും പാട്ടും ഒക്കെയായിട്ട് നമ്മളങ്ങോട്ട് മാറുകയാണ്. മനസ്സ് തുറന്ന് ഒരു അധ്യാപകൻ്റെ 100% പെർഫെക്ഷൻ ഒരു കുട്ടിക്ക് കിട്ടാൻ, ഒരു തലമുറയ്ക്ക് കിട്ടാൻ നമ്മളങ്ങനെ സ്വയം മറന്ന് മാറുന്നതിനിടയിൽ 8ാമത്തെ പീരീഡ് ആയപ്പോഴേക്കും ഞാനൊന്ന് തളർന്നു പോയി. അപ്പോൾ നമ്മുടെ ഗരീബി എന്നെയും കൂട്ടി ജിത്ത് ഡോക്ടറുടെ അടുത്തേക്ക് പോയി. എൻ്റെ പൾസൊക്കെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ടയേർഡാണ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അന്ന് അദ്ദേഹം എൻ്റെ ടൈം ടേബിള് ചോദിച്ചു വാങ്ങി, പീരീഡൊക്കെ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, രാവിലെ തുടങ്ങുന്ന ഇത് വൈകുന്നേരം വരെ ഒരേ അളവിൽ കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സങ്കടവും നിരാശയും ഡിപ്രഷനൊക്കെ വരും. ഇടയ്ക്ക് അനുയോജ്യമായ ഇടവേളകൾ അത്യാവശ്യമാണെന്ന് അദ്ദേഹം എന്നോട് പറയുകയും, നല്ല ഭക്ഷണം കഴിക്കണം, ഇലക്കറികൾ കഴിക്കണം, ധാരാളം വെള്ളം കുടിക്കണം, അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം എന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. നവമാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ ഏറെ വായിച്ചിട്ടുണ്ടാവും ജിത്തു ഡോക്ടറെ കുറിച്ച്. ആദിവാസി മേഖലകളിലൊക്കെ